എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ ജില്ലയിലെ ഒരു ചെരുപ്പ് കടയുടെ കഥയാണ്. ഈ ചെരുപ്പ് കടയുടെ ഉടമയുടെ പേരാണ് രാംചന്ദ് മോച്ചി. ഈ കടയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാം, ഒരു സാധാരണ ചെരുപ്പ് എല്ലാവരും കാണുന്ന രീതിയിൽ പുറത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. ചെരുപ്പ് കണ്ട് ആരെങ്കിലും ഇഷ്ടപ്പെട്ട് അതിന് വില പറഞ്ഞാൽ ഒരുപക്ഷെ അത് വാങ്ങാൻ കഴിയണമെന്നില്ല. സാധാരണയായി നമ്മൾ ഇത്തരത്തിലുള്ള ചെരുപ്പുകൾക്ക് പറയുന്ന വില 100 അല്ലെങ്കിൽ 200 രൂപയ്ക്ക് അകമായിരിക്കും, അല്ലേ? ആണ്, അങ്ങനെ പറയും. എന്നാൽ ഈ ചെരുപ്പിന് നിങ്ങളൊരു 2 ലക്ഷം രൂപ പറഞ്ഞു നോക്കൂ, അത് വിൽക്കില്ല എന്നായിരിക്കും കടയുടമയുടെ മറുപടി. പോട്ടെ, ഒരു 5 ലക്ഷം രൂപ പറഞ്ഞു നോക്കൂ, അപ്പോഴും മറുപടി ചെരുപ്പ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ. ഇതെന്താപ്പാ ഇത്ര വില കൂടിയ ചെരുപ്പോ എന്ന് ഓർത്ത് നമ്മൾ ഒരുപക്ഷെ ആശ്ചര്യപ്പെട്ടേക്കാം. സത്യമാണ്, ആ ചെരുപ്പ് ഈ പറയുന്ന വിലയ്ക്ക് കൊടുക്കില്ല. അതിന് കാരണം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസം തോന്നും. പക്ഷേ സത്യം അതാണ്. ഈ ചെരുപ്പുകളുടെ അമിത വിലയ്ക്ക് കാരണം രാഹുൽ ഗാന്ധി തന്നെയാണ്. 2024 ജൂലൈ 26, അതായത് കഴിഞ്ഞയാഴ്ച, സുൽത്താൻപൂർ കോടതിയിൽ ഹാജരാകാൻ രാഹുൽ ഗാന്ധി അവിടെ എത്തിയിരുന്നു. അതിന് സമീപത്താണ് രാംചറ്റിൻ്റെ ചെരുപ്പ് കട. ഈ കടയിലേക്ക് കയറി ചെന്ന് രാഹുൽ ഗാന്ധി രാംചറ്റിനോട് കുശലാന്വേഷണം നടത്തുകയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതും തുടർന്ന് തിരിച്ചു പോയതും പിന്നാലെ അദ്ദേഹം ചെരുപ്പ് നന്നാക്കാനുള്ള ഒരു യന്ത്രം രാംചറ്റിന് അയച്ചു കൊടുത്തതുമൊക്കെ നമ്മൾ നേരത്തെ കോളമിസ്റ്റിൽ തന്നെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഈ ചെരുപ്പിൻ്റെ കഥയിൽ. ഈ തൂക്കിയിട്ടിരിക്കുന്ന ചെരുപ്പ് നിർമ്മിച്ചത് രാംചറ്റല്ല, രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എന്ന വ്യക്തി നിർമ്മിച്ചത് കൊണ്ട് തന്നെ ഈ ചെരുപ്പ് എത്ര ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാലും രാംചറ്റ് കൊടുക്കാൻ തയ്യാറല്ല. ഇതിനിടയിൽ മറ്റൊരു രസകരമായ വസ്തുത കൂടിയുണ്ട്. ഈ ചെരുപ്പിന് 5 ലക്ഷം രൂപ വരെ വില പറഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി തുന്നിച്ചേർത്ത ചെരുപ്പുകൾക്ക് ചോദിക്കുന്ന വിലയാണ് പലരും നൽകാൻ തയ്യാറാകുന്നതെന്നാണ് വിവരം. 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയും പലരും പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ സാധാരണ ചെരുപ്പ് കുത്തിയായ രാംചറ്റിന് ഒരു കാര്യം മാത്രമേ തിരിച്ചു പറയാനുള്ളൂ: ഈ ചെരുപ്പ് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രാംചറ്റ് ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട്: ഞാൻ ഈ ചെരുപ്പ് ഒരു ഓർമ്മയായി സൂക്ഷിക്കും. മാത്രമല്ല, അതിനൊപ്പം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി എന്നാണോ തൻ്റെ കടയിൽ എത്തിയത് അന്നു മുതൽ എൻ്റെ കടയിൽ ജനപ്രവാഹമാണ്. ഒത്തിരി ആൾക്കാർ എന്നെ കാണാൻ വരുന്നു, എന്നോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു, എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഏതോ മായാലോകത്താണിപ്പോൾ. ഈ സംഭവം നടക്കുന്നതിന് ഒരു ദിവസം മുൻപ് വരെ തന്നെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നുകൂടി രാംചന്ദ് പറയുന്നുണ്ട്. ഈ കട ഇപ്പോൾ എൻ്റെയും രാഹുൽജിയുടെയും പങ്കാളിത്തമായി മാറിയിരിക്കുകയാണ്, ചിരിച്ചുകൊണ്ട് രാംചന്ദ് മോച്ചി പറയുന്നു. കടയിൽ വന്ന് എന്നോടൊപ്പം ഒരുമിച്ചിരുന്ന് ചെരുപ്പ് തുന്നിയതിനാൽ എൻ്റെ കടയുടെ രീതികൾ തന്നെ മാറിപ്പോയി. അദ്ദേഹത്തിൻ്റെ വരവ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. വലിയ മാറ്റമാണുണ്ടായത്. ഇന്ന് എന്നെ അറിയപ്പെടുന്നവരാണ് എനിക്ക് ചുറ്റുമുള്ളത്. ദൂരദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ എന്നെ തേടിയെത്തുന്നു. കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു കോൾ വന്നിരുന്നു. അയാൾ പ്രയാഗ്രാജിൽ നിന്നാണ് വിളിക്കുന്നതെന്നാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി തുന്നിച്ചേർത്ത ആ ചെരുപ്പ് എനിക്ക് തരാമോ എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ എനിക്ക് ആ ചെരുപ്പ് തന്നാൽ പകരം 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ സമ്മതിച്ചില്ല. അതിനു മുമ്പ് മറ്റൊരാളിൽ നിന്നൊരു കോൾ വന്നിരുന്നു. അയാൾ എനിക്കൊരു ബാഗ് നിറയെ പണം തരാമെന്നും എനിക്ക് ചെരുപ്പുകൾ തരണമെന്നും പറഞ്ഞു. ഒരിക്കലും ചെരുപ്പ് തരില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയായിരുന്നു. ഈ ചെരുപ്പ് കണ്ണാടിക്കൂട്ടിനുള്ളിൽ സൂക്ഷിക്കുമെന്നും രാഹുൽ ഗാന്ധി എൻ്റെ കട സന്ദർശിച്ചതിൻ്റെ ഓർമ്മയായി കാലങ്ങളോളം ഞാൻ കാത്തുവയ്ക്കുമെന്നും രാംചറ്റ് പറയുന്നു. കാരണം ഇതുമൂലം എൻ്റെ ജീവിതത്തിലൊരു മാറ്റമുണ്ടായി. ജനം എന്നെ തിരിച്ചറിയുന്നു. ഇതിനപ്പുറം ഒരു ഭാഗ്യം മറ്റൊന്നും വേണ്ട എന്നാണ് രാംചറ്റ് പറയുന്നത്. അന്ന്, അതായത് രാഹുൽ ഗാന്ധി രാംചറ്റിൻ്റെ കട സന്ദർശിച്ച ദിവസം, സുൽത്താൻപൂർ കോടതിയിൽ അപകീർത്തി കേസിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷം രാഹുൽ ഗാന്ധി പൂർവാഞ്ചൽ എക്സ്പ്രസ് വേയിലൂടെ ഡൽഹിക്ക് പോവുകയായിരുന്നു. എന്നാൽ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേയിലേക്ക് കയറുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം അയോധ്യ പ്രയാഗ്രാജ് ഹൈവേയിലെ കുരേഭൻ പോലീസ് സ്റ്റേഷൻ ഏരിയയിലെ MLA നഗർ കവലയ്ക്ക് സമീപമെത്തി. അവിടെ കാർ നിർത്തിയ രാഹുൽ ഗാന്ധി രാംചറ്റ് എന്ന പേരുള്ള ചെരുപ്പ് കുത്തിയുടെ കടയിലേക്ക് പോയി. കടയിലേക്ക് കയറി ചെന്ന രാഹുൽ ഗാന്ധി രാംചറ്റിൻ്റെ അടുത്തിരുന്ന് സുഖവിവരങ്ങൾ തിരക്കി. രാംചറ്റിൻ്റെ ജോലിയും ആ ജോലിയിലെ ബുദ്ധിമുട്ടും വീട്ടിലെ കാര്യങ്ങളും അദ്ദേഹം അന്വേഷിച്ചു. 40 വർഷത്തോളമായി ചെരുപ്പ് നിർമ്മാണ കട നടത്തുന്ന രാംചറ്റുമായുള്ള രാഹുലിൻ്റെ കൂടിക്കാഴ്ച കുറച്ചു നേരം നീണ്ടിരുന്നു. രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ തൻ്റെ വിഷമതകൾ പങ്കുവച്ച രാംചറ്റ് അദ്ദേഹത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകനുമായി സംസാരിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി. അതിന് പിന്നാലെ അവിടെ ഇരുന്നു കൊണ്ട് രാംചറ്റിനൊപ്പം രാഹുൽ ഗാന്ധി ഒരു ചെരുപ്പ് തുന്നിയെടുക്കുകയും ചെയ്തു. തുടർന്ന് രാഹുൽ ഗാന്ധി തിരിച്ച് ഡൽഹിയിലേക്ക് പോയി.
പക്ഷേ ശനിയാഴ്ച രാഹുൽ ഗാന്ധിയുടെ സമ്മാനം ആ പാവപ്പെട്ട മനുഷ്യനെ തേടിയെത്തുകയായിരുന്നു. ചെരുപ്പ് തുന്നാനുള്ള ഒരു യന്ത്രം. ഇതിൽ പരം തനിക്ക് വേറെ സന്തോഷമില്ലെന്നായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് രാംജത്ത് പ്രതികരിച്ചത്. ചെരുപ്പ് തുന്നുന്ന യന്ത്രം സമ്മാനമായി രാഹുൽ ഗാന്ധി അയച്ചതിന് പിന്നാലെ കോൺഗ്രസ് എക്സിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു. രാഹുൽ ഗാന്ധി ജൂലൈ 26 ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ ചെരുപ്പ് കടക്കാരൻ രാംജത്ത് ജിയെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയുടെ സങ്കീർണതകൾ മനസ്സിലാക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിനായി ഒരു ഷൂ സ്റ്റിച്ചിങ് മെഷീൻ അയച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് രാംജത്തിന് ചെരുപ്പുകൾ വേഗത്തിൽ തുന്നാൻ കഴിയും. എക്സിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. ഒരു സാധാരണക്കാരനായ ചെരുപ്പ് കുത്തിയുടെ ജീവിതം മാറി മറിഞ്ഞ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കട സന്ദർശിക്കുകയും അദ്ദേഹത്തോടൊപ്പം കുറച്ച് സമയം ചെലവിടുകയും ചെയ്തതിന് പിന്നാലെ അദ്ദേഹം സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് മറ്റ് ഏതൊരു രാഷ്ട്രീയ നേതാവിനും ഇല്ലാത്ത ജനപ്രീതിയാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളതെന്ന് ഇതിലൂടെ പകൽ പോലെ നമുക്ക് വ്യക്തമാണ്. മറ്റ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നേതാവ് ഒരു 10-15 ഫോട്ടോഗ്രാഫർമാരും മാധ്യമങ്ങളുമില്ലാതെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ വ്യക്തിയുടെ വീട് സന്ദർശിക്കുമോ? ഇതുവരെ നമ്മളതിൽ കണ്ടിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം സന്ദർശിച്ചോ എന്നതിൻ്റെ പേരിൽ ഈ വ്യക്തിക്ക്, അതായത് ഈ സാധാരണക്കാരനായ ആ വ്യക്തിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇവിടെ അതല്ല കാര്യം. തൻ്റെ ഒരു സന്ദർശനം കൊണ്ട് ഒരു സാധാരണക്കാരനെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും, രാഹുൽ ഗാന്ധിക്ക് തുല്യം രാഹുൽ ഗാന്ധി മാത്രമാണ് എന്ന്.